പെരുമ്പിലാവ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോണ്ടാ നമ്മുടെ പാറയമ്പാടത്ത് ഭയങ്കര തിരക്ക്. നോക്കുമ്പോൾ ചോതി ഹോട്ടലിൻ്റെ മുന്നിലാണ് ഈ വണ്ടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാമെന്നുള്ള ഒരു ഐഡിയയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മീൻ വറുത്ത മണം നമ്മളങ്ങനെ ആകർഷിക്കുക. അപ്പോൾ എന്തായാലും തീരുമാനിച്ചു ഇന്ന് ഇവിടുന്ന് തന്നെ ഉച്ചഭക്ഷണം, ബാക്കി നമുക്ക് വരണടുത്ത് കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു നോൺ വെജ് സദ്യ ഉണ്ടെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഊണും ഒരു നോൺ വെജ് സദ്യയും പോരട്ടെ. കാരണം ഏകദേശം 13 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നോൺ വെജ് സദ്യയിൽ. അപ്പോൾ അതെല്ലാം കൂടി ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോർമൽ ഊണും അതിനോടൊപ്പം ഒരു നോൺ വെജ് സദ്യയും പറഞ്ഞു. നോൺ വെജ് സദ്യ മുന്നിൽ കണ്ടോട് കൂടിയിട്ട് സംഗതി കിളി പറയുന്ന പറഞ്ഞു. ദെൻ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കഴിച്ചു നോക്കുന്നത് കൊള്ളിപ്പച്ചടിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലായി ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് വരാൻ കാരണം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും നമ്മളൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ നോർമൽ ഊണിൽ വരുന്നത് കാബേജും പിന്നെ ഉണ്ണിമധുരം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, മറ്റേ പൈനാപ്പിൾ വെച്ചിട്ട് ഭയങ്കര മധുരമാണ്, പക്ഷേ അടിപൊളി സാധനം ഉണ്ട്. അതൊന്ന് കഴിച്ചു നോക്കണം നിങ്ങളവിടെ പോകണമെങ്കിൽ. പിന്നെ പപ്പടം, ഉണക്കമുളക്, സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ, മീൻകറി വേണ്ടവർക്ക് മീൻകറി. ഞാൻ മീൻകറി എടുത്തത്. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, നോൺ വെജ് ഒരു സെറ്റപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നോൺ വെജ് സദ്യയിലെ ഐറ്റംസ് നോക്കാം. പാലമീൻ പൊരിച്ചത്, ചെമ്മീൻ ചമ്മന്തി, ചിക്കനും ബീഫുണ്ട്, അതുപോലെ കൂന്തലുണ്ട്, ചൂട വറുത്തത്, മീനച്ചാറ്, പിന്നെ മുളകിട്ട് വറ്റിച്ച നമ്മുടെ അയിലക്കറി. ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, നമുക്കിതിലൊന്നും പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നില്ല, എല്ലാതും ഒരുപോലെ ഇഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയ്ക്ക് കാരണം ഇവരെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം. അപ്പോൾ നമ്മൾ ഊണ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി അവസാനം പായസം കുടിച്ച് നോക്കുകയാണ്. പായസം ഒന്നും പറയാനില്ല, അടിപൊളി പായസം. അപ്പോൾ നിങ്ങളെല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ സാധാ ഊണിന് 70 രൂപയും അതുപോലെ തന്നെ നമ്മുടെ നോൺ വെജ് സദ്യക്ക് 350 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന ഐറ്റംസിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ, പക്കയാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കുന്നംകുളത്തുള്ള ഒരു എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് അറിയുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പാറയമ്പാടത്തുള്ള ഫോർഡിൻ്റെ ഷോറൂം ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു ചോതി ഹോട്ടൽ വരുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.